ദൈവനാമത്തിന് സ്തുതി. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി. എൻ്റെ പേര് ലിജി. ഞാൻ അങ്കമാലിയിലാണ് എൻ്റെ വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ വാഗയിലാണ്. എനിക്ക് 2023 നവംബറിൽ പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. ബവൽ ഒബ്സ്ട്രക്ഷൻ കാരണമായിരുന്നു. ആ സർജറിയുടെ റിസൾട്ട് വന്നത് പോസിറ്റീവ് ക്യാൻസർ എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമാകുകയും വീട്ടിലുള്ളവരോട് വിളിച്ചു പറയുകയും അപ്പോൾ ചേച്ചി കൃപാസനം മാതാവിൻ്റെ അടുത്ത് എന്നും വരാറുണ്ടെന്നറിയാം. ചേച്ചിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പോസിറ്റീവായ ക്യാൻസറിന് കീമോതെറാപ്പി വേണമെന്നും 12 സൈക്കിൾ 6 മാസത്തോളം കീമോതെറാപ്പി വേണമെന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ചേച്ചി ഉടമ്പടി എടുക്കും. ചേച്ചി അതിനുശേഷം അയച്ചു തന്ന സാക്ഷ്യം കാണുകയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കുടുംബത്തോടൊപ്പം കേൾക്കുകയും മാതാവിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കൊന്ത ചെല്ലും. എന്നാലും ഇതൊരിച്ചിരി എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ തിരക്കുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിച്ചിരി കൊന്ത ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്. ചേച്ചിയാണ് കൃപാസനത്തിൽ വരികയും എന്നും പ്രാർത്ഥിക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മാതാവ് കാത്തോളും, ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്ത് കീമോതെറാപ്പി കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് പെറ്റ് സ്കാനിൽ അബ്ഡോമിനൽ മെറ്റസ്റ്റാസിസ് എന്ന റിസൾട്ടാണ് വന്നത്. ഓങ്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ചേച്ചി, ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ടാണിത്. ഒന്നും ചെയ്യാനില്ല, സർജറി ഒരു ഓപ്ഷനേ അല്ല. കൊളോണോസ്കോപ്പിക്ക് ആഴ്ച തന്നെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. കൊളോണോസ്കോപ്പി ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഡോക്ടറെ കണ്ടിട്ട് പറയുക ഒന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല, അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലത്തെ ഇതിന് മുന്നേ വന്നേക്കുന്ന ഒരു കേസ് സിഡ്നിയിൽ ഉള്ളൊരു ഡോക്ടറിന് റെഫർ ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പറയാം, എന്തായാലും നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചേച്ചി അയച്ചു തരുന്ന എല്ലാം കേൾക്കുകയും ഓസ്ട്രേലിയയിൽ വളരുന്ന പിള്ളേരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് മാതാവിനോട് കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന് മാതാവെ കാത്തോളണമേ എന്ന് പറഞ്ഞ് കൊന്ത പിടിച്ചുകൊണ്ടാണ് കൊളോണോസ്കോപ്പി പോയത്. ആ കൊളോണോസ്കോപ്പിയിൽ ആ ഡോക്ടറിന് സ്കോപ്പ് കയറ്റാൻ പറ്റിയില്ല. അത്രയേറെ മാസ് അബ്ഡോമിനലുള്ളതുകൊണ്ട് ബവൽ ചെറുതായി പോയതുകൊണ്ട് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കേസ് സിഡ്നിയിലെ ഡോക്ടറിനെ റെഫർ ചെയ്യുകയും പെട്ടെന്ന് പിറ്റത്തെ ആഴ്ച തന്നെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം വലിയൊരു സർജറി വേണം, 10 മണിക്കൂറോളം നിൽക്കും. അതുവരെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ജോലിയൊക്കെ ഇത് ചെയ്യണം. എത്ര നാളത്തോട്ട് അതിന് റിക്കവറി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു. ഡേറ്റ് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് വീണ്ടും പറയുകയും ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രതിസന്ധി ഉള്ളത്, ഈ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് 4 മണിക്കൂർ മാറി ഉള്ള സ്ഥലത്താണ് സർജറിക്ക് പോകേണ്ടത്. അപ്പോൾ പിള്ളേരെ ഞങ്ങൾക്ക് 18, 17, 13 വയസ്സുള്ള പിള്ളേരാണ്. പിള്ളേരെ എവിടെ ആക്കുമെന്നൊരു വിഷമമുണ്ട്. മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ചേച്ചി പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറയുകയും എല്ലാ വിസയും പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്തു. ചേച്ചി വന്നപ്പോൾ ചേച്ചി ഉടമ്പടിയുടെ തൈലവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനാ പുസ്തകവും തിരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡേറ്റ് കിട്ടിയില്ല, സർജറിക്കുള്ള ഡേറ്റ് പെട്ടെന്നൊന്നും കിട്ടിയില്ല. ഓഗസ്റ്റ് 2024 പകുതിയോടെയാണ് ഡയഗ്നോസ്റ്റിക്സ് ടാപ്പ് ചെയ്തത്. അതിനുശേഷം ഡേറ്റ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചു. ഇത് പെട്ടെന്ന് ഒരു ഫുൾ കോഴ്സ് 12 കീമോതെറാപ്പി കഴിഞ്ഞിട്ടും ഇങ്ങനെ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്, മാതാവെ രക്ഷിക്കണേന്ന് എന്നും വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ
ഒരു ചേച്ചി വന്നതിന് ശേഷം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തുവന്ന് അവർ തമ്മിലുള്ള ഒരു സംസാരത്തിൽ നിന്ന് ഞാൻ കേൾക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിനാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ദുഃഖം ആണല്ലോ എന്നോർത്ത് ഞാനും ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്ത ഒരു ദിവസം ആ ആഴ്ച തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സുഗന്ധം തൈലത്തിന് മണം വരികയും എപ്പോഴും എനിക്ക് ഡോക്ടറുടെ ഒരു ഇതും വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒന്ന് പറയും. ചേച്ചി വന്നു, ചേച്ചിക്ക് ആകെ മാക്സിമം 4 ആഴ്ച നമ്മുടെ കൂടെ നിൽക്കാനുള്ളൂ, അതിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം പിന്നെയും അവതാളത്തിലാവുകയെന്ന് പറയുകയും അപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഫോൺ വരികയും രാത്രി 9 മണിയായിരുന്നു. രാത്രി 9 മണിക്കൊന്നും നമ്മളാരും ഇത് കൺസൾട്ടേഷൻ ഡോക്ടർ വിളിക്കണമെന്നൊന്നും കേട്ടിട്ടില്ല. പക്ഷേ അത് കൺസൾട്ടേഷൻ ഡോക്ടറായിരുന്നു. ഒക്ടോബർ 1-ാം തീയതിയിലോട്ട് ഡേറ്റ് തരികയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി എന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു, മാതാവ് എല്ലാവർക്കും ഈ ഒക്ടോബർ 1-ാം തീയതിയോടെ എന്തോ ഒരു വിഷമം, എനിക്ക് വേറൊരു ഡേറ്റ് എങ്ങനെയും തരാമോ, അടുപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ആഴ്ച തന്നെ ഒരു ഫോൺ കോളും കൂടി വന്നു. ഒരു 30 വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് സർജറി വേണം, അതുകൊണ്ട് അത് എൻ്റെ കേസിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് കേസാണ്, അതുകൊണ്ട് ആ ഡേറ്റ് അവർക്ക് കൊടുക്കുവാണ്, ഒക്ടോബർ 10-ാം തീയതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും ഞങ്ങൾ തൈലം പൂശുകയും ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി മുഴുവൻ നേരവും മക്കളോട് കൂടി ഉണ്ടായിരിക്കുകയും എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞപ്പം 1500 കേസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ചെയ്തത്. ഒരു 18 പീസോളം അബ്ഡോമിനിൽ നിന്ന് അവർ ക്യാൻസർ സെൽസ് എന്ന് തോന്നിയ ഭാഗങ്ങൾ മാറ്റി. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരവും ഞങ്ങളെല്ലാവരും ഉറച്ച് വിശ്വസിച്ചു ഇത് ക്യാൻസർ ഇനി ഉണ്ടാവില്ല, ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും, മാതാവ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ആ റിസൾട്ട് വന്ന് ഡോക്ടർ സർജറി കഴിഞ്ഞ് റിസൾട്ട് പറയാൻ വേണ്ടി വന്നത് ഇതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡോക്ടർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കാണുന്നത്. ഒരു സെല്ല് പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല, എല്ലാം നോ എവിഡൻസ് ഓഫ് ക്യാൻസറസ് സെൽസ് ഓഫ് 18 പീസസ്, അതാണ് റിസൾട്ട് വന്നത്. അതോടൊപ്പം തന്നെ മാതാവിന് ഞാൻ ദർശിക്കുന്ന മാതിരി ഒരു അനുഭവം. ഈ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് അവരെടുത്ത് കഴിഞ്ഞപ്പോൾ ICUലായിരുന്നു. മയങ്ങി പോകുമ്പോൾ വേറെ ഒന്നും ഓർമ്മയില്ല, എന്തൊക്കെയോ ഒരു മഞ്ഞ കളറുള്ള കുറച്ച് സാധനങ്ങളും ഒരു നീല കളറും മാത്രം എനിക്ക് കാണാം. എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താണെന്ന്. അതിനുള്ള അനസ്തേഷ്യയൊക്കെ തന്ന അതിനുള്ള ഒന്നും തോന്നിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കൃപാസന മാതാവ് എന്നോടൊപ്പം ആയിരുന്നതാണ്, എന്നെ കാത്തു പരിപാലിക്കുന്നതാണെന്ന്. അതുപോലെ സർജറിക്ക് കയറിയപ്പോൾ മാതാവിൻ്റെ കൊന്തയും മാതാവിൻ്റെ ചേച്ചി കൊണ്ടുവന്ന് ഉടമ്പടി വെച്ച കാശുരൂപം എല്ലാം കൂടെ കൊണ്ടുപോകാനും മാതാവ് ഓരോ നിമിഷവും ആദ്യത്തെ സർജറിയിൽ ചെയ്തിരുന്ന കൊളോസ്റ്റമി റിവേഴ്സ് ചെയ്യാനും എല്ലാം ഡോക്ടർ 12 മണിക്കൂറോളം അവരെ സഹായിച്ച് എല്ലാം ഒരു കുഴപ്പമില്ലാതെ നടത്തി തന്നു. അതിനുശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പാർട്ട് ടൈം കയറാൻ തുടങ്ങി. ഇപ്പം ഫുൾ ടൈം ജോലിയാണ്. അങ്ങനെ ദൈവനാമത്തിന് നന്ദി, മാതാവിന് ഒത്തിരി നന്ദി. എന്നെ കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ്. കൊന്ത ചെല്ലാറുണ്ട്, 25 കൊന്ത ചൊല്ലി ഞാൻ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ ഈ 2ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു ഈ മാതാവ് കൂടെ ഉണ്ടായിരുന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷേ കൃപാസന മാതാവ് എന്നെ കൈവിട്ടില്ല, മാതാവിൻ്റെ കൂടെ തന്നെ വന്നു ചേച്ചിയിലൂടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷത്തിലാണ്. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും വളരെയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്തത് ദാനധർമ്മം ചെയ്യുകയും രോഗികളോട് യേശുവിനെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുറത്തുള്ളവരുടെ വിചാരം നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് അവർക്കറിയില്ല. അപ്പോൾ യേശുവിലാണ് വിശ്വാസം. യേശുവാണ് എൻ്റെ ദൈവം, മാതാവാണ് എൻ്റെ. ഞാൻ കൊന്ത ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്, കൊന്ത കൈച്ചെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അന്നേരം എല്ലാം അവർ മാതാവിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കുകയും അവർ നമ്മളോടൊപ്പം തന്നെ മാതാവിൽ വിശ്വസിക്കുകയും ചെയ്യും. അവർക്കും അത് ഒരു അനുഭവമായിരുന്നു. അവരുടെ ദുഃഖങ്ങളിലും ഇത് ചെയ്തു. പിള്ളേർക്കാണേലും വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിക്കാനായിട്ട് സഹായിച്ചു. പിന്നീട് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ എന്നെ വന്ന് നോക്കിയ ചേച്ചിക്ക് ഇത് ക്യാൻസറാണെന്ന് പറഞ്ഞപ്പോഴാണ് ആ മാതാവും അതും എല്ലാം ഒരു കുഴപ്പമില്ലാതെ അവളും എൻ്റെയോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. 2 വർഷത്തിനുള്ളിൽ 2 അനുഭവങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് തന്നു. ദൈവകുമാരനും നന്ദി, മാതാവിനും നന്ദി. ഈ പുണ്യാൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ വീട് അങ്കമാലി കിടങ്ങൂർ ഇൻഫന്റ് ജീസസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജിസ ബേബിച്ചൻ.
എനിക്ക് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരു സ്കാൻ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, എല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കീമോ ചെയ്താലും ഞാനൊക്കെ സ്റ്റേണായിരുന്നു. പെട്ടെന്ന് ക്യൂറായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. എല്ലാത്തിനും അമ്മ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ലിജി എന്ന ഈ സഹോദരിയും ജസി എന്ന സഹോദരിയും അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണയിൽ ഈ മക്കൾക്ക് ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ സന്തോഷത്തോടുകൂടി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ലിജിയുടെ രോഗക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. ആദ്യം ഒരു പരിശോധനയിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ തുടങ്ങുന്ന വ്യക്തി പിന്നീട് വല്ലാത്ത വിധത്തിൽ കൂടിപ്പോകുന്ന സാഹചര്യങ്ങൾ, അത് സഹോദരി സൂചിപ്പിച്ചു. 18 സാമ്പിളുകൾ 18 ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് അത് ക്യാൻസറസ് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ആധുനികമായ രീതിയിലുള്ള ഓപ്പറേഷൻ, ഏറ്റവും പ്രാപ്തിയുള്ള ഡോക്ടർ, പുള്ളി ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള 500 സർജറി ചെയ്ത വിദഗ്ധൻ. അദ്ദേഹം ഈ സർജറി ചെയ്യുന്ന സമയം മുഴുവനും അധികമൊന്നും പ്രതീക്ഷ വേണ്ട എന്നതാണ് ശരിക്കും ഇവർക്ക് കൈമാറിയിരുന്ന മുഴുവൻ സന്ദേശവും. സഹോദരി പറയുന്നുണ്ട്, ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ഇവിടെ കൂടെയുള്ള മൂത്ത ചേച്ചിയാണ് ഉടമ്പടി എടുക്കുന്നത്. ചേച്ചിയാണ് പിന്നീട് നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് സഹോദരിയെ ശുശ്രൂഷിക്കുവാൻ പോകുന്നത്. നേർച്ചവസ്തുക്കളെല്ലാം നിരന്തരം കൊടുത്തുകൊണ്ട് പൂർണ്ണമായ ശരണത്തിലും വിശ്വാസത്തിലും അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചേച്ചിയെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കൂടിയും അമ്മയുടെ അരികിൽ നിരന്തരമായി പ്രാർത്ഥന സമർപ്പിച്ചും രാവിലെ ഡെയിലി ബ്രെഡിൽ നിരന്തരമായി പങ്കുചേർന്നുകൊണ്ടും രണ്ടുപേരും രോഗത്തിൻ്റെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടിയാണ് ആ നാളുകളിൽ പ്രാർത്ഥിച്ചത്. എല്ലാവരും ക്യാൻസർ എന്ന് ഉറപ്പിച്ച വളരെ ഗുരുതരമായി 13 മണിക്കൂറോളം 10 മണിക്കൂറിലേറെ ഓപ്പറേഷൻ ചെയ്ത കേസാണിത്. ആ കേസിലാണ് ഡോക്ടർ തന്നെ തിരികെ വന്ന് അത്ഭുതത്തോടുകൂടി ഈ രോഗിയോട്, ലിജിയോട് പറയുന്നത്, എൻ്റെ ഇത്രയും നാളുള്ള ഈ വൈദ്യ ജീവിതത്തിൽ ഇതാദ്യത്തെ ഒരു അനുഭവമാണ്. ഇത്രയും ഉറപ്പിച്ച് ചെയ്തൊരു ഓപ്പറേഷൻ ഒരു കുഴപ്പവുമില്ലാതെ ക്യാൻസറസിൻ്റെ ഒരു സെല്ല് പോലും ഇല്ലെന്ന് എല്ലാ സാമ്പിളും 18 സാമ്പിളും ഒരുപോലെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നത്. എന്നിട്ട് ലിജി പറയുന്നുണ്ട്, എന്നിട്ട് ചോദ്യം, നിങ്ങൾ എവിടെയാണ് ആശ്രയിച്ചത്, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ഉടനെ ലിജി കൃപാസനം പ്രാർത്ഥനാ പുസ്തകം കാണിക്കുമ്പോൾ ഡോക്ടർ അതിൻ്റെ പ്രകൃവശം ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത് മൊത്തം വായിച്ചുകൊണ്ട് അത് ഗുഡെന്നും അത് അമേസിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തത് കൃത്യമായി ലിജി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് മാനുഷികമായ ബുദ്ധിയിൽ ജീവിതം തന്നെ ഏറ്റവും ഗുരുതരമായി, ദയനീയമായി, രോഗം കൊണ്ട് മുന്നോട്ടിന് യാത്രയില്ലാത്ത വിധം ജീവിതം ദുസ്സഹമായി തീരുമ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പ് ഉള്ളിൽ ആഹരിച്ചുകൊണ്ട് കൃത്യമായി അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ കർത്താവിൻ്റെ തിരുരക്തത്തിന് സൗഖ്യപ്പെടുത്തുവാനാവാത്തതായി ഒന്നുമില്ല, എൻ്റെ അമ്മ മാതാവിന് അറിയാത്തതായി ഒന്നുമില്ല. ഈ ലോകത്തിൽ ആരെന്ത് ചെയ്യുന്നുവോ അതിനപ്പുറം എൻ്റെ ഈശോയെ കൊണ്ട് ചെയ്തു തരുവാൻ എൻ്റെ അമ്മ മാതാവിന് സാധിക്കുമെന്ന പൂർണ്ണമായ ശരണവും വിശ്വാസവുമാണ് ജീവിതം ദയനീയമായി രോഗക്കിടക്കയിലായ നാളുകളിൽ ഈ സഹോദരിയെ കൃപാസന മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനും ആ ചികിത്സയുടെ മുഴുവൻ നാളുകളിലും അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ക്യാൻസർ എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ഒരു സിമ്പിൾ എലമെൻ്റ് പോലും ഇല്ലാതെ സഹായിക്കണമെന്ന് കരുതി പ്രാർത്ഥിച്ച് അത് അനുഗ്രഹവും സൗഖ്യവുമായി തീർന്നതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നാം അമ്മയുടെ അരികിലേക്ക് എത്ര വലിയ ഭാരത്തോടും എത്ര വലിയ തകർച്ചയോടും തീരാവ്യാധിയോടും കൂടിയാണ് വരുന്നതെങ്കിലും അമ്മയുടെ കരങ്ങളിൽ ശരണപ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും നമുക്ക് ഉപകാരപ്പെടും, അനുഗ്രഹമാകുമെന്ന ബോധ്യത്തോടു കൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്താൽ അമ്മ മാതാവ്, പ്രത്യക്ഷീകരണ മാതാവ്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ലോകത്തിന് മനസ്സിലാവാത്തത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ലാസറിനെ ഉയർപ്പിച്ചവൻ, തളർവാദ രോഗിയുടെ കാലുകൾക്ക് കുതിപ്പ് കൊടുത്തവൻ, നമ്മുടെ ജീവിതത്തിനും പുതിയ പ്രഭാതം, പുതിയ പ്രകാശം, പുതിയ കരുത്ത് നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ വലിയ രോഗസൗഖ്യത്തിന്
ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സഹോദരിയുടെ ക്ലേശകാലത്ത് ദൈവം നൽകിയ വലിയ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.